الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم വിശ്വാസകാര്യങ്ങളും കർമ്മങ്ങളും ഒരുമിച്ച് ചേർന്നതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. വിശ്വാസകാര്യങ്ങളിൽ അഥവാ അഖീദയിൽ സംഭവിക്കുന്ന പിഴവുകൾ, അബദ്ധങ്ങൾ, അതാണ് കർമ്മകാര്യങ്ങളിൽ സംഭവിക്കുന്ന പിഴവുകളെക്കാൾ ഗുരുതരമായതും അപകടമായതും. അതുകൊണ്ട് തന്നെ വിശ്വാസകാര്യങ്ങൾ, അഖീദയുമായി, നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് പഠിക്കുകയും അത് ആവർത്തിച്ച് നാം ആ പഠനം പുതുക്കുകയും ചെയ്യേണ്ടതുണ്ട്. മുൻകഴിഞ്ഞ ധാരാളം പണ്ഡിതന്മാർ അവർ ഇസ്ലാമിന്റെ ശരിയായ വിശ്വാസം അത് അതേ രൂപത്തിൽ, തനതായ രൂപത്തിൽ നിലനിർത്തുന്നതിനു വേണ്ടി ധാരാളം ഗ്രന്ഥങ്ങൾ അവർ രചിച്ചിട്ടുണ്ട്. ഈ ഉമ്മത്തിന് അവർ സംഭാവന ചെയ്തിട്ടുണ്ട്. വലിയ വലിയ ഗ്രന്ഥങ്ങളിൽ, വോള്യങ്ങൾ കണക്കെയുള്ള ഗ്രന്ഥങ്ങളിൽ അഖീദയുടെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന കൃതികളുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ റിസാലകളും കത്തുകളും ചെറിയ ചെറിയ കവിതകളിലൂടെയും അഖീദയുടെ പാഠങ്ങൾ, അതിന്റെ അധ്യാപനങ്ങൾ രേഖപ്പെടുത്തിയ, അത് ഉമ്മത്തിന് സംഭാവന ചെയ്ത വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ കഴിഞ്ഞുപോയിട്ടുണ്ട്. അത്തരത്തിൽ ഇമാം ഇബ്നു അബി ദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹം എഴുതിയ അൽ മൻദൂമത്തുൽ ഹായിയ എന്ന കവിതയുടെ വിശദീകരണമാണ് നാം ഈ ക്ലാസ്സുകളിൽ പഠിച്ചു വരാറുള്ളത്. അവസാനമായി നാം പഠിച്ചത് വലാ തുൻകിറൻ ജഹ്ലൻ നകീറൻ വമുൻകറ വലൽ ഹൗദ വൽ മീസാന ഇന്നക തുൻസഹു. മുൻകറിനെയും നകീറിനെയും നീ നിഷേധിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഹൗദിനെയും മീസാനിനെയും നീ തള്ളിക്കളയരുത്. ഈ ഒരു കാര്യം ഞാൻ നിനക്ക് ഉപദേശം നൽകുന്നു എന്ന വരിയാണ് അവസാനമായി നാം സൂചിപ്പിച്ചത്. ഈ വരിയിൽ പറയപ്പെട്ട കാര്യങ്ങൾ അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, ഈമാനിന്റെ 6 അടിസ്ഥാന സ്തംഭങ്ങളുണ്ട്. അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി واليوم الآخر وتؤمن بالقدر خيره وشره. ഇതിൽ അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, യൗമുൽ ആഖിറുമായി അഥവാ അന്ത്യനാളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഈ വരികളിലൂടെ ഇമാം അവറുകൾ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം. അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മരണത്തിന് ശേഷം നടക്കാനിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും സത്യപ്പെടുത്തുക, അത് വിശ്വസിക്കുക എന്നുള്ളതാണ്. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഇതിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. ഒന്നാമത്തേത് ബർസഖിയായ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യം. ഒരാൾ മരണപ്പെട്ടത് മുതൽ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് വരെയുള്ള കാലഘട്ടം, ആ കാലഘട്ടത്തിൽ ആ സന്ദർഭത്തിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കുകയും സത്യപ്പെടുത്തുകയും ചെയ്യുക. അതിൽപ്പെട്ടതാണ് ഖബറിലെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതാണ് ഈ വരിയിൽ ആദ്യമായി ഇമാം അവറുകൾ പറഞ്ഞ കാര്യം. അത് നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഖബറിലെ ചോദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. രണ്ടാമത്തെ കാര്യം ഒരാൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടത് മുതലുള്ള കാര്യമാണ്. മഹ്ശറയിൽ നടക്കാനിരിക്കുന്ന അവന്റെ ഹിസാബും അതുപോലെ തന്നെ മീസാനും ഹൗദും സിറാത്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതെല്ലാം വിശ്വസിക്കുകയും സ്ഥിരപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം സ്വർഗവും നരകവുമാണ്. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസുകളിലും വന്ന മുഴുവൻ കാര്യങ്ങളും സത്യപ്പെടുത്തുക. ഈ 3 കാര്യങ്ങളും നാം ശരിയായ രൂപത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, അന്ത്യനാളിലുള്ള നമ്മുടെ വിശ്വാസം അത് ശരിയായിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ചില പണ്ഡിതന്മാർ 4മതൊരു കാര്യം കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അത് ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ, അശ്റാത്തുസ് സാഅ, അതും അൽ ഈമാനു ബിൽ യൗമിൽ ആഖിറിൽ ഉൾപ്പെടുന്ന കാര്യമാണ് എന്നവർ പറഞ്ഞതായി കാണാം. അപ്പോൾ ഈ 4 കാര്യങ്ങളും അത് ശരിയായ രൂപത്തിൽ വിശ്വസിക്കുകയും പഠിക്കുകയും അതിൽ അഹ്ലുസുന്നയുടെ മാർഗത്തിൽ
നാം നിലകൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ മീസാനിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വന്നത്. ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളുടെ കർമ്മങ്ങൾ തൂക്കി നോക്കുന്നതിനായി ഒരു മീസാൻ സ്ഥാപിക്കുന്നതാണ്. മീസാൻ എന്ന് പറഞ്ഞാൽ തുലാസ് എന്നാണ് അതിന്റെ അർത്ഥം. കർമ്മങ്ങൾ തൂക്കി നോക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മീസാൻ സ്ഥാപിക്കുന്നതാണ്. ആ മീസാനിന് 2 തട്ടുകൾ ഉണ്ടായിരിക്കും. ആ 2 തട്ടുകൾ, അതിലൊന്നിൽ നന്മയും മറ്റൊന്നിൽ തിന്മയും തൂക്കി നോക്കുന്നതാണ്. ആ തട്ടുകളുടെ നടുവിൽ ഒരു സൂചി ഉണ്ടാകും. അതാണ് നന്മകളുടെയും തിന്മകളുടെയും അതിന്റെ ഭാരവ്യത്യാസം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആ സൂചി അവിടെ നിലകൊള്ളുന്നത്. ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅ മീസാനിനെ കുറിച്ച് വിശ്വസിക്കുന്ന കാര്യം. ഇനി ആ മീസാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൂക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതും നമ്മൾ അവസാനത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ച കാര്യമാണ്. അതിൽ പ്രധാനമായും 4 അഭിപ്രായങ്ങളാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, മീസാനിൽ അല്ലാഹു തൂക്കുന്നത് നമ്മുടെ കർമ്മങ്ങളാണ്. നാം ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ, അത് നന്മയാകട്ടെ തിന്മയാകട്ടെ, അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മീസാനിൽ തൂക്കുക തന്നെ ചെയ്യും. അതിനുള്ള തെളിവ് നമുക്കറിയാം. കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ സഖീലതാനി ഫിൽ മീസാൻ. നാവിന് വളരെ എളുപ്പമുള്ള 2 വാക്കുകളുണ്ട്, മീസാനിൽ അങ്ങേയറ്റം കനം തൂങ്ങുന്ന വാക്കുകൾ. ഹബീബതാനി ഇല റഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിന് അങ്ങേയറ്റം പ്രിയങ്കരമായ പ്രിയപ്പെട്ട 2 വാക്കുകൾ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. ഈ അമലിനെ, ഈ കർമ്മത്തെ അല്ലാഹു തൂക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നാളെ മീസാനിൽ അല്ലാഹു അമലുകളെ തൂക്കി നോക്കുന്നതാണ്. രണ്ടാമത്തെ അഭിപ്രായം, അമലുകളെയല്ല തൂക്കുന്നത്, അതല്ലെങ്കിൽ അമലുകൾ എഴുതി വെക്കപ്പെട്ട രേഖകൾ, ആ ഏടുകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൂക്കി നോക്കുക എന്നതാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യം. അതിനുള്ള തെളിവായി അവർ ഉദ്ധരിക്കുന്ന ഹദീസ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ നിന്ന് ഒരു വ്യക്തിയെ നാളെ പരലോകത്ത് കൊണ്ടുവരപ്പെടും. അദ്ദേഹത്തിന്റെ തിന്മകളുടെ, അദ്ദേഹം ചെയ്ത പാപങ്ങളുടെ 99 ഏടുകൾ അവിടെ ഹാജരാക്കപ്പെടും. ഓരോ ഏടുകളും കണ്ണെത്താ ദൂരത്തോളം വിശാലമായ ഏടുകളാണ്. എന്നിട്ട് അവന്റെ തിന്മകളുടെ തുലാസിൽ ആ ഏടുകൾ വെക്കുകയും എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയുടെ, അവന്റെ ഒരു നന്മ കൊണ്ടുവരികയാണ്. ഒരു ചെറിയ പേപ്പറിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള അവന്റെ നന്മ തൗഹീദ്, അത് മറു തുലാസിലും വെക്കുകയാണ്. ആ സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആ നന്മയുടെ തുലാസ് അത് ഭാരമുള്ളതാവുകയും അവന്റെ ആ 99 ഏടുകളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആ തൗഹീദ് അത് കവച്ചു വെക്കുകയും ചെയ്യും എന്ന ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ഹദീസിൽ അവിടെ മീസാനിൽ തൂക്കിയ കാര്യം അവന്റെ കർമ്മങ്ങൾ എഴുതി വെക്കപ്പെട്ട രേഖകളാണ്. മൂന്നാമത്തെ അഭിപ്രായമായി പണ്ഡിതന്മാർ പറയുന്നു, ഓരോ വ്യക്തികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തൂക്കി നോക്കാം. അമലുകൾ ചെയ്ത ആളുകളെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൂക്കി നോക്കാം. അതിനുള്ള തെളിവായി അവർ പറയുന്ന ഹദീസ്, ഒരിക്കൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി അറാഖിന്റെ കൊള്ളി, ആ മരക്കഷ്ണം പറിക്കുന്നതിന് വേണ്ടി ഒരു മരത്തിൽ കയറുകയുണ്ടായി. ആ സന്ദർഭത്തിൽ ശക്തമായ കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ആ മരത്തിൽ നിന്ന് അല്പം തെന്നിമാറി. അദ്ദേഹത്തിന്റെ കാല് വളരെ നേരിയ കാലായിരുന്നു. ആ സന്ദർഭത്തിൽ ചില സ്വഹാബത്ത് അവർ ചിരിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ലഹുമാ അഫ്ഖലു ഫിൽ മീസാനി മിൻ ഉഹുദ്. ആ 2 കാൽപാദങ്ങളും അത് ഉഹദ് മലയോളം, അതിനേക്കാൾ മീസാനിൽ കനം തൂങ്ങുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞതായി കാണാം. നാലാമത്തെ അഭിപ്രായം എന്താണ്? ഈ മുകളിൽ പറയപ്പെട്ട 3 കാര്യങ്ങളും അത് 3ഉം തൂക്കി നോക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഈ പറയപ്പെട്ട 3 കാര്യങ്ങൾക്കും വ്യക്തമായ ഹദീസുകളിൽ തെളിവുകളുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ അവന്റെ അമലുകളായിരിക്കാം തൂക്കുന്നത്, അതല്ലെങ്കിൽ അവന്റെ അമലുകൾ എഴുതി വെക്കപ്പെട്ട രേഖകളായിരിക്കാം തൂക്കുന്നത്, അതല്ലെങ്കിൽ അമലുകൾ ചെയ്ത ഓരോ വ്യക്തികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തൂക്കി നോക്കാം. ഈ പറയപ്പെട്ട 3ഉം ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മീസാനിൽ തൂക്കി നോക്കാം എന്നതാണ് നാലാമത്തെ അഭിപ്രായം. അതാണ് പ്രമാണങ്ങളോട്, അതല്ലെങ്കിൽ തെളിവുകളോട് ഏറ്റവും അടുത്തു നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി എന്ത് തന്നെയായാലും ഒരു വ്യക്തി അവന്റെ കർമ്മങ്ങളുടെ ഏടുകളാണെങ്കിലും അതല്ലെങ്കിൽ വ്യക്തിയെ തന്നെയാണ് തൂക്കുന്നതെങ്കിലും അവിടെ പരിഗണിക്കപ്പെടുന്നത് എന്ത് മാത്രമാണ്? അവന്റെ കർമ്മങ്ങൾ മാത്രമാണ്, അവന്റെ അമലുകൾ മാത്രമാണ്. അമലുകളില്ലാത്ത ഒരു വ്യക്തി അവൻ തുലാസിൽ, അവൻ മീസാനിൽ വന്നതുകൊണ്ട് അവന്റെ ശരീരഭാരങ്ങൾക്ക്, അവന്റെ എല്ലുകൾ കനമുണ്ടായാൽ അതൊരിക്കലും അവന് യാതൊരു ഉപകാരം ചെയ്യുകയില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. ഖിയാമത്ത് നാളിൽ തടിച്ചു കൊഴുത്ത നല്ല ശരീരഭാരമുള്ള ഒരു വ്യക്തിയെ കൊണ്ടുവരപ്പെടും. പക്ഷേ ആ വ്യക്തി മീസാനിൽ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ അത്രയും ഭാരം അവനുണ്ടായിരിക്കുകയില്ല. ഒരു കൊതുക് എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ പ്രാണിയാണ്.
ആ കൊതുകിന്റെ അവയവത്തിൽ ഏറ്റവും നിസ്സാരമായത് അതിന്റെ ചിറകാണ്. ആ ചിറകിന്റെ അത്ര പോലും ഭാരം ആ വ്യക്തിക്കുണ്ടാവുകയില്ല. കാരണം എന്താണ്? അവന് ഈമാനുകളില്ല, അവന് ഹസനാത്തുകളില്ല, നന്മകളില്ല. അതുകൊണ്ട് ഒരാളുടെ ശരീരഭാരമോ അവന്റെ എല്ലുകളുടെ കനമോ ഒന്നുമല്ല തൂങ്ങുന്നത്, അവന്റെ അമലുകളാണ് പരിഗണിക്കപ്പെടുന്നത് എന്ന കാര്യം നാം പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട്. അടുത്തതായി പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, മീസാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൂക്കുന്ന കർമ്മങ്ങൾ അത് 3 രൂപത്തിലുള്ള കർമ്മങ്ങളായിരിക്കും. ഒന്നാമത്തേത് മാ അമിലഹുൽ ഇൻസാൻ സവാഅൻ ഇൻഖതഅ ബിമൗതിഹി അവ ഇസ്തമറ ബഅദ മൗതിഹി. ഒരു വ്യക്തി അവൻ ചെയ്ത കർമ്മങ്ങൾ, അവന്റെ ജീവിതകാലത്ത് ചെയ്ത കർമ്മങ്ങൾ, അത് അവന്റെ മരണത്തോടുകൂടി അവസാനിക്കുന്നതാകട്ടെ, അതല്ലെങ്കിൽ മരണത്തിന് ശേഷം വീണ്ടും നിലനിൽക്കുന്ന കർമ്മങ്ങളാകട്ടെ, ഇത്തരത്തിൽ അവൻ ചെയ്ത കർമ്മങ്ങളാണ് മീസാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൂക്കുന്ന ഒന്നാമത്തെ ഇനം. ഒരു വ്യക്തി അവൻ നന്മകൾ, ജീവിതകാലത്ത് നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം അവൻ അവിടെ കാണാൻ കഴിയും. ഇനി അവൻ തിന്മകളാണ് ചെയ്തതെങ്കിൽ അത് അവന്റെ തിന്മകളുടെ തുലാസിൽ അവൻ കാണുന്നതാണ്. ഇനി തിന്മകൾ വിട്ടേച്ചു പോയ ആളുകളുണ്ട്, നന്മകൾ വിട്ടേച്ചു പോയ ആളുകളുണ്ട്. അത് രണ്ടിന്റെയും പ്രതിഫലങ്ങൾ അവർ അവിടെ കണ്ടെത്തുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു യാസീനിൽ അല്ലാഹു പറഞ്ഞതായി കാണാം, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, തീർച്ചയായും മരിച്ചവരെ ജീവിപ്പിക്കുന്നത് നാമാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, വനക്തുബു മാ ഖദ്ദമു, അവർ ഈ ദുനിയാവിൽ ചെയ്തു വെച്ചതും വആസാറഹും, അവരുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലവും, അഥവാ അവർ വിട്ടേച്ചു പോയ പ്രവർത്തനങ്ങളുടെ അനന്തരഫലവും, അത് രണ്ടും നാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്, എഴുതി വെക്കുന്നുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നന്മകളാണെങ്കിൽ നന്മകൾ, തിന്മകളാണെങ്കിൽ ആ തിന്മകൾ തന്നെയാണ്. ഒരു വ്യക്തി അവൻ നന്മ പഠിപ്പിച്ചു കൊടുത്തു, നല്ല ഇൽമ് പഠിപ്പിച്ചു കൊടുത്തു, അവൻ പഠിപ്പിച്ച ഇൽമനുസരിച്ച് അമല് ചെയ്യുന്ന ആരൊക്കെ അമല് ചെയ്യുന്നുണ്ടോ അതിന്റെയൊക്കെ ഒരു ഓഹരി അത് പഠിപ്പിച്ച വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ആ പ്രവർത്തനം അത് അവന്റെ ഹസനാത്തിന്റെ തുലാസിൽ അവന് കാണാൻ കഴിയും. അതുപോലെ തന്നെയാണ് തിന്മയുടെ കാര്യവും. ഒരു ബിദ്അത്തിന് തുടക്കമിട്ടവൻ, അതല്ലെങ്കിൽ ഒരു ബിദ്അത്ത് അത് തുടങ്ങി വെച്ചവൻ, അതിന് സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്ത ആളുകൾ, അവർക്ക് ആ തിന്മകൾ ചെയ്യുന്ന കാലം അത്രയും അതിന്റെ ഒരു ഓഹരി അവരുടെ തിന്മയുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വളരെ വിലപ്പെട്ട ഒരു ഉപദേശം കാണാം, ഇന്ന മിനൻ നാസി നാസൻ മഫാത്തിഹൻ ലിൽ ഖൈരി മഗാലിഖൻ ലിശ്ശർ. റസൂലുള്ളാഹി പറയുന്നു, ജനങ്ങളിൽ ചില ആളുകളുണ്ട്, അവർ നന്മയുടെ താക്കോലുകളാണ്, തിന്മയുടെ പൂട്ടുകളാണ്. അവർ നന്മകൾ തുടങ്ങുന്നവർ, നന്മകൾക്ക് അതിന്റെ സംരംഭകരാണവർ. തിന്മകൾ അതിന് തടസ്സം നിൽക്കുന്ന, അതിനെ ഇല്ലായ്മ ചെയ്യുന്ന ചില ആളുകളുണ്ട്. വമിനൻ നാസി മഫാത്തിഹൻ ലിശ്ശരി മഗാലിഖൻ ലിൽ ഖൈർ. എന്നാൽ ജനങ്ങളിൽ ചിലർ അവർ തിന്മകളുടെ പൂട്ടുകളാണ്. തിന്മകൾ നടമാടുന്നതിന് വേണ്ടി, തിന്മകൾ സജീവമാകുന്നതിന് വേണ്ടി അതിനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഒരുക്കി കൊടുക്കുന്നവർ, നന്മകൾക്ക് തടസ്സം നിൽക്കുന്നവർ, നന്മ മുടക്കികളായ ചില ആളുകളുണ്ട്. റസൂലുള്ളാഹി പറയുന്നു, ഫതൂബാ ലിമൻ ജഅലല്ലാഹു മിഫ്താഹൽ ഖൈരി അലാ യദിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ കരങ്ങളിലൂടെ നന്മകളുടെ താക്കോലാകാൻ ആർക്കൊക്കെ അവസരം നൽകിയോ അവർക്ക് തൂബയുണ്ട്, അവർക്ക് മംഗളമുണ്ട്, അവർക്ക് സ്വർഗ്ഗമുണ്ട്. വവൈലുൻ ലിമൻ ജഅല മിഫ്താഹ ശർരി അലാ യദിഹി. തന്റെ കരങ്ങളിലൂടെ ഒരു ഷർറിന്റെ, ഒരു തിന്മയുടെ താക്കോലാകാൻ, അതിന്റെ തുടക്കക്കാരനാകാൻ ആരെയാണോ അതിന് നിർഭാഗ്യമായി അവന് നിർഭാഗ്യം ലഭിച്ചത് അവന് വൈലുൻ, അവന് നാശമുണ്ട്, അവന് നരകമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ മരണശേഷവും നമുക്ക് നന്മയുടെ അക്കൗണ്ടുകൾ നിറയ്ക്കുന്ന പ്രവർത്തനങ്ങൾ, അതിനെക്കുറിച്ച് നാം പഠിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മുടെ സമ്പത്തിന്റെ ഒരു ഓഹരി നാം അതിനുവേണ്ടി മാറ്റിവെക്കേണ്ടതുണ്ട്. നമ്മൾ പല ആവശ്യങ്ങൾക്കും സമ്പത്ത് മാറ്റിവെക്കുന്നവരാണ്. നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി എത്രയോ സമ്പത്തുകൾ നമ്മൾ ഒരുക്കു കൂട്ടാറുണ്ട്. എന്നാൽ നമ്മുടെ മരണശേഷവും ഖിയാമത്ത് നാൾ വരെ എന്റെ ഖബറിലേക്ക്, എന്റെ നന്മയുടെ അക്കൗണ്ടിലേക്ക് പ്രതിഫലം ലഭിക്കാൻ നമ്മൾ ഇത്തരത്തിൽ സമ്പത്തുകൾ മാറ്റിവെക്കാറുണ്ടോ എന്ന് ഓരോരുത്തരും പരിശോധിക്കേണ്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബ്ഉൻ തജ്രി ലിൽ അബ്ദി മൗത് ബഅദ മൗതിഹി വഹുവ ഫീ ഖബ്രിഹി. ഒരു വ്യക്തി അവൻ മരണപ്പെട്ട് ഖബറിലായാലും 7 കാര്യങ്ങളുടെ പ്രതിഫലങ്ങൾ അവൻ അപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെയാണ് 7 കാര്യങ്ങൾ? മൻ അല്ലമ ഇൽമൻ, ആരെങ്കിലും ഒരാൾ ഇൽമു പഠിപ്പിച്ചു കൊടുത്തു, അതിന്റെ പ്രതിഫലം അവന്റെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഇൽമു പഠിപ്പിച്ചത് കാരണത്താൽ അതനുസരിച്ച് അമല് ചെയ്യുന്നവരുണ്ടാകും. അങ്ങനെ അവൻ അത് മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുത്തിട്ടുണ്ടാകും. അങ്ങനെ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ആ ഇൽമു അത് എത്ര കാലം നിലനിൽക്കുന്നുവോ, അതനുസരിച്ച് ആരൊക്കെ ജീവിക്കുന്നുവോ അതിന്റെയൊക്കെ പ്രതിഫലം അവന് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ രണ്ടാമതായി റസൂലുള്ളാഹി പറയുന്നു, ഔ ഖറാ നഹ്റൻ, ആരെങ്കിലും ഒരു നദി, ഒരു തോട് അത് ഒരുക്കി കൊടുത്താൽ, അതിനെ ഒഴുക്കിയാൽ അവന് നാളെ ഖബറിലേക്ക് പ്രതിഫലം വന്നെത്തുന്നതാണ്. അഥവാ ഒരു കൃഷിയിടത്തിലേക്ക് അതിലേക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ വെള്ളം എത്താത്ത സ്ഥലങ്ങളിലേക്ക് അതിനുവേണ്ട സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത്
അത് മരണത്തിന് ശേഷവും ഇടമുറിയാതെ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. റസൂലുള്ളാഹി വീണ്ടും പറയുന്നു, ഔ ഹഫറ ബിഅറൻ, ഒരു കിണർ കുഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഔ ഗറസ നഖ്ലൻ, ഒരു ഈന്തപ്പന നടുക. മറ്റ് ഹദീസുകളിൽ കാണാം ഒരു മരം നടുക. ആ മരത്തിൽ നിന്ന് കഴിക്കുന്ന, ആ മരത്തിൽ നിന്ന് പക്ഷികൾ അതുപോലെ മനുഷ്യരൊക്കെ അതിൽ നിന്ന് ഉപകാരമെടുക്കുന്ന കാലം അത്രയും ആ മരം നട്ടുപിടിപ്പിച്ച വ്യക്തിക്ക് അതിന്റെ പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഔ ബന മസ്ജിദൻ, അതല്ലെങ്കിൽ പള്ളി നിർമ്മിക്കുക. പള്ളിയുടെ നിർമ്മാണത്തിൽ പങ്കാളികളാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ഒരു ചെറിയ ഒരു കുരുവിക്ക്, അത്രയും നിസ്സാരമായ ചെറിയ ഒരു സ്ഥലമാണ് പള്ളിക്ക് നമ്മൾ ദാനം ചെയ്യുന്നതെങ്കിൽ പോലും അതിന് പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഔ വറസ മുസ്ഹഫൻ, അതല്ലെങ്കിൽ ഒരാൾ മുസ്ഹഫ് അനന്തരമായി നൽകി പള്ളികളിലേക്ക്, അതല്ലെങ്കിൽ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി ഖുർആൻ വാങ്ങിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നാം ഉപയോഗിച്ച ഖുർആൻ അത് നമ്മുടെ മക്കൾക്ക് നമ്മൾ അനന്തരമായി നൽകുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ അവരത് ഉപയോഗിക്കുന്ന കാലം അത്രയും അത് ഖുർആൻ അനന്തരമായി നൽകിയ ആ വ്യക്തിക്ക് അതിന്റെ പ്രതിഫലം ഉണ്ടാകുന്നതാണ്. ഔ തറക വലദൻ യസ്തഗ്ഫിറു ലഹു ബഅദ മൗതിഹി, അവന്റെ മരണശേഷവും അവന് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിക്കുന്ന ഒരു മകനെ അവന് വിട്ടേച്ചു പോവുക. അപ്പോൾ തന്റെ മരണശേഷം തനിക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിക്കുന്ന ഒരു മകൻ അവനുണ്ടാകണമെങ്കിൽ ജീവിതകാലത്ത് ആ മകനെ ദീനിലായി കൊണ്ട് വളർത്താനുള്ള ത്യാഗവും പരിശ്രമവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കണം എന്നുകൂടി ഈ ഹദീസിലുള്ള സൂചനയുണ്ട്. അങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ മരണശേഷവും നമുക്ക് ഇടമുറിയാതെ പ്രതിഫലങ്ങൾ ലഭിക്കുന്ന ഈ കാര്യങ്ങളും ഇതെല്ലാം നമ്മുടെ മീസാനിൽ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നന്മയുടെ ഏടുകളിൽ രേഖപ്പെടുത്തുന്നതാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് മാ യുഹ്ദാ ഇലൽ ഇൻസാനി മിൻ ഗൈരിഹി ബഅദ മൗതിഹി, ഒരാളുടെ മരണശേഷം അയാൾക്ക് വേണ്ടി ഹദിയ ചെയ്യുക, അയാൾക്ക് വേണ്ടി ദാനധർമ്മം ചെയ്യുക, അയാൾക്ക് പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടി. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ഉച്ചമിത്രങ്ങൾ, അവരൊക്കെ മരണപ്പെട്ടു പോയ ആളുകൾ ഉണ്ടാകും. അവർക്ക് വേണ്ടി നമ്മൾ ദാനം ചെയ്യുക, അവർക്ക് പ്രതിഫലം ലഭിക്കാനായി. ഈ നമ്മൾ ദാനം ചെയ്യുന്ന കാര്യങ്ങൾ അതിന്റെ പ്രതിഫലം അത് അവരുടെ നന്മയുടെ അക്കൗണ്ടിൽ, അതും നാളെ അവിടെ തുലാസിൽ തൂക്കുന്ന സന്ദർഭത്തിൽ കാണാൻ കഴിയുന്നതാണ്. മൂന്നാമത്തേതാണ് നതീജത്തുൽ മഖാസ, അഥവാ ദുനിയാവിൽ സൃഷ്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന അവർ പരസ്പരം ചെയ്തിട്ടുള്ള അക്രമങ്ങൾ, അതല്ലെങ്കിൽ അവർക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, അതിനെല്ലാം നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ അതിന് വിട്ടുനൽകലുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടിയിപ്പിക്കലുണ്ടാകും. അതെങ്ങനെയാണ് പൊരുത്തപ്പെടിയിപ്പിക്കുന്നത്? ദീനാറുകളും ദിർഹമുകളും കൊടുത്തിട്ടല്ല, മറിച്ച് നന്മകളാണ് അവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. നന്മ തിന്മകളാണ്. ഒരാൾ മറ്റൊരാളെ ദുൽമ ചെയ്തിട്ടുണ്ടെങ്കിൽ, മറ്റൊരാളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, ആരെയാണോ ഉപദ്രവിച്ചത് ആ ഉപദ്രവിക്കപ്പെട്ട വ്യക്തിക്ക് ആ ഉപദ്രവിച്ച വ്യക്തിയുടെ നന്മകൾ അവന്റെ മേൽ അവന് കൊടുക്കുന്നതാണ്. ഇനി അവന് നന്മകളൊന്നുമില്ലെങ്കിൽ അവൻ ആരെയാണോ ഉപദ്രവിച്ചത് അവന്റെ തിന്മകൾ ഈ ഉപദ്രവിച്ച വ്യക്തിയുടെ മേൽ ചാർത്തപ്പെടുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞതായി കാണാം. അപ്പോൾ ഈ മൂന്ന് രൂപത്തിലുള്ള കർമ്മങ്ങളും നാളെ മീസാനിൽ അമലുകൾ തൂക്കപ്പെടുന്ന സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അങ്ങനെ അമലുകളൊക്കെ തൂക്കിക്കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് ലഭിക്കുന്നത് മൂന്ന് രൂപത്തിലാണ് റിസൾട്ട് ഉണ്ടാവുക. ഒന്നാമത്തെ റിസൾട്ട് അവിടെ ഫിഖലു കിഫത്തിൽ ഹസനാത്ത്, നന്മയുടെ തുലാസ്, അത് ഭാരം തൂങ്ങിയ ആളുകൾ ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകൾ ഫമൻ സഖുലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിച്ച ആളുകൾ. ആ നന്മയുടെ തുലാസ് കരം തൂങ്ങിയ ആളുകൾ. സഹാബത്ത് രേഖപ്പെടുത്തിയതായി കാണാം, നന്മയുടെ തുലാസിൽ ഒരു നന്മയാണ് കൂടുതൽ ഉണ്ടായതെങ്കിൽ പോലും അവൻ സ്വർഗത്തിന്റെ അവകാശിയാണ്. ഒരു നന്മ മാത്രമാണ് അവന്റെ നന്മയുടെ തുലാസിൽ അധികമായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പോലും അവൻ സ്വർഗത്തിന്റെ അവകാശിയാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ബുദ്ധിയുള്ള ഒരാൾ അവൻ എന്താണ് ചെയ്യേണ്ടത്? ധാരാളം നന്മകൾ ചെയ്യുക, കിട്ടുന്ന അവസരങ്ങളിലെല്ലാം നന്മകൾ വർദ്ധിപ്പിക്കുക. കാരണം ഏത് നന്മയാണ് നാളെ തുലാസിൽ അവനെ രക്ഷിക്കുക എന്ന് അവൻ അറിയുകയില്ല. അവൻ നൽകിയ 10 രൂപയുടെ സദഖയായിരിക്കാം, അതല്ലെങ്കിൽ തന്റെ സഹോദരനോട് ആത്മാർത്ഥമായി പുഞ്ചിരിച്ച ഒരു പുഞ്ചിരിയായിരിക്കാം, അതല്ലെങ്കിൽ അവൻ ചൊല്ലിയ തസ്ബീഹുകൾ, അവൻ ചൊല്ലിയ തഹ്മീദുകളായിരിക്കാം അവനെ രക്ഷപ്പെടുത്തിയ കാര്യം. അതുകൊണ്ട് നന്മകളെ യാതൊന്നും നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. ധാരാളമായി നന്മകൾ ചെയ്യുകയും അങ്ങനെ മീസാനിൽ നന്മകൾ വർദ്ധിപ്പിക്കുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എല്ലാ നന്മകളും അത് മീസാനിൽ കരം തൂങ്ങുന്നത് തന്നെയാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചില നന്മകൾ, ചില കാര്യങ്ങൾ അത് മീസാനിൽ അങ്ങേയറ്റം കനം തൂങ്ങുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട കാര്യമാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം എന്നുള്ള പ്രാർത്ഥന. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരിക്കൽ പറഞ്ഞു, അത്തസ്ബീഹു നിസ്ഫുൽ മീസാൻ, തസ്ബീഹ് പറയുക അഥവാ സുബ്ഹാനല്ലാഹ് പറയുക എന്നുള്ളത് അത് മീസാനിന്റെ പകുതിയോളം ഭാരം തൂങ്ങുന്നതാണ്. വൽഹംദുലില്ലാഹി യംലഉഹു, അല്ലാഹുവിനെ ഹംദ് പറയുക എന്നുള്ളത്
അത് ആ മീസാൻ നിറയ്ക്കുന്ന കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ധാരാളമായി തസ്ബീഹുകളും തഹ്മീദുകളും ഒക്കെ വർദ്ധിപ്പിക്കുക. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ബഖിൻ ബഖിൻ ലിഖംസിൻ മാ അസ്ഖലുഹുന്ന ഫിൽ മീസാൻ. 5 കാര്യങ്ങൾ അത് മീസാനിൽ എത്ര ഭാരമുള്ളതാണ്. എന്നിട്ട് റസൂൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഇതാണ് ആദ്യത്തെ 4 കാര്യങ്ങൾ. 5ാമത്തെ കാര്യമായി റസൂൽ പറയുന്നു, വൽ വലദു സ്സാലിഹു യമൂതു ഫയഹ്തസിബുഹു വാലിദുഹു. അവന്റെ അവന്റെ സന്താനം മരണപ്പെട്ട സന്ദർഭത്തിൽ അവൻ അള്ളാഹുവിൽ, ആ പിതാവ്, ആ മാതാവ് അള്ളാഹുവിൽ പ്രതിഫലം കാംക്ഷിക്കുകയും അങ്ങനെ ക്ഷമിക്കുകയും ചെയ്യുക എന്നുള്ളത്, ആ പ്രവർത്തനം അത് മീസാനിൽ ഖനം തൂങ്ങുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. മീസാനിൽ ഏറ്റവും ഖനം തൂങ്ങുന്ന കാര്യം ഏതാണ്? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, കലിമത്തു തൗഹീദാണ്. മുമ്പ് പറഞ്ഞതുപോലെ 99 തിന്മകളുടെ ഏടുകൾ, ആ ഏടുകളെ മുഴുവൻ കവച്ചു വെച്ചത്, അതിനെ അതിജയിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആ ഒരു ചെറിയ ഏട് മാത്രമാണ്. ആ ഒരു വലിയ നന്മയാണ് എല്ലാ തിന്മകളെയും കവച്ചു വെച്ചത്. അതുകൊണ്ട് തൗഹീദിൽ അടിയുറച്ചവരാവുക, തൗഹീദ് ശരിയാവുക എന്നുള്ളത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് 1ാമത്തെ വിഭാഗം ആളുകൾ. ഇവരാണ് അവരുടെ നന്മയുടെ തുലാസ് അത് ഭാരം കൂടിയവരായിരിക്കും. എന്നാൽ 2ാമത്തെ വിഭാഗം ആളുകൾ ആരാണ്? അൻ തസ്ഖുല കിഫ്ഫത്തു സയ്യിആത്ത്. തിന്മകളുടെ തുലാസ് അത് ഭാരം തൂങ്ങിയ ആളുകളുണ്ട്. വ അമ്മാമൻ ഖഫ്ഫത് മവാസീനുഹു. തിന്മകളുടെ തുലാസ് അത് ഭാരം കുറയുന്ന ആളുകൾ ഫഉമ്മുഹു ഹാവിയ. അവന്റെ സങ്കേതം അത് നരകമാകുന്നു. അവർ നരകം കൊണ്ട് താക്കീത് ചെയ്യപ്പെട്ടവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു വാക്ക് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറഞ്ഞതായി കാണാം, വൈലുൻ ലിമൻ ഗലബത് ആഹാദുഹു അശറാതിഹി. അദ്ദേഹം പറയുകയാണ്, 10 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന നന്മകളെക്കാൾ, അള്ളാഹു ഒരു നന്മക്ക് 10 ഇരട്ടിയാണ് പ്രതിഫലം നൽകുന്നത്, ഏറ്റവും ചുരുങ്ങിയത്. അങ്ങനെ 10 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന നന്മകളെക്കാൾ ഓരോന്നായി രേഖപ്പെടുത്തുന്ന തിന്മകൾ അതിജയിച്ചവൻ അവൻ നശിച്ചിരിക്കുന്നു, അവൻ വലിയ നാശത്തിലാണ് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. അള്ളാഹു ഒരു നന്മക്ക് 10 പ്രതിഫലമാണ് രേഖപ്പെടുത്തുന്നത്, എന്നാൽ ഒരു തിന്മക്ക് 1 തിന്മയാണ് രേഖപ്പെടുത്തുന്നത്. ഈ 10 എണ്ണത്തിനെ ഒന്ന് അതിജയിക്കുക എന്ന് വെച്ചാൽ അവൻ അങ്ങേയറ്റം ഭാഗ്യം കെട്ടവനാണ്, അവൻ അങ്ങേയറ്റം നഷ്ടത്തിലാണ്, നാശത്തിലാണ് എന്നാൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. ഖുദ്സിയായ ഒരു ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലാഹ കതബൽ ഹസനാതി വസ്സയ്യിആത്ത്. നന്മകളും അതുപോലെ തന്നെ സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൗഹുൽ മഹ്ഫൂദിൽ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് സുമ്മ ബയ്യന ദാലിക്, പിന്നീട് അതിന്റെ പ്രതിഫലം അതെങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് വ്യക്തമാക്കി കൊടുക്കുകയാണ്. അല്ലാഹു പറയുന്നു, ഫമൻ ഹമ്മ ബിഹസനത്തിൻ, ആരെങ്കിലും ഒരു നന്മ ചെയ്യണമെന്ന് ഉറച്ച തീരുമാനമെടുക്കുകയാണ്, ഫലം യഅമൽഹാ, പക്ഷെ അവൻ അത് ചെയ്യാൻ കഴിയുന്നില്ല. നന്മ ചെയ്യണമെന്ന തീരുമാനമുണ്ടായിരുന്നു, പക്ഷെ അത് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ പോലും കതബഹല്ലാഹു ലഹു ഇൻദഹു ഹസനതൻ കാമില, അല്ലാഹു അവന് ഒരു നന്മ രേഖപ്പെടുത്തുന്നതാണ്. എന്നിട്ട് വീണ്ടും പറയുന്നു, ഫഇൻ ഹുവ ഹമ്മ ബിഹാ ഫഅമിലഹ, അവൻ ഉറച്ച തീരുമാനമെടുക്കുകയും ആ നന്മ പ്രവർത്തിക്കുകയും ചെയ്താൽ കതബഹല്ലാഹു ലഹു ഇൻദഹു 10 ഹസനാതിൻ ഇലാ 700 ളിഅഫിൻ, ആ നന്മ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുകയും തീരുമാനിക്കുകയും ആ നന്മ ചെയ്യുകയും ചെയ്താൽ 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ രേഖപ്പെടുത്തുന്നതാണ്. എന്നിട്ട് വീണ്ടും പറയുന്നു, വമൻ ഹമ്മ ബിസയ്യിഅത്തിൻ ഫലം യഅമൽഹ, ഒരാൾ തിന്മ ചെയ്യണമെന്ന ഉറച്ച തീരുമാനം എടുക്കുകയാണ്, പക്ഷേ അവൻ ആ തിന്മ ചെയ്തില്ല, കതബഹല്ലാഹു ലഹു ഇൻദഹു ഹസനതൻ കാമില, അങ്ങനെ ആ തിന്മ ചെയ്തില്ലെങ്കിൽ അല്ലാഹുവിന്റെ പക്കൽ ഒരു നന്മയാണ് രേഖപ്പെടുത്തുന്നത്. ഫഇൻ ഹുവ ഹമ്മ ബിഹാ ഫഅമിലഹ, ഇനി ആ തിന്മ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുകയും ആ തിന്മ ചെയ്യുകയും ചെയ്താൽ കതബഹല്ലാഹു ലഹു സയ്യിഅതൻ വാഹിദ, ഒരു തിന്മക്ക് പകരമായി അള്ളാഹു രേഖപ്പെടുത്തുന്നത് അതൊരു തിന്മയായിക്കൊണ്ട് തന്നെയാണ്, അതിന് 10 ഇരട്ടികളായി അള്ളാഹു രേഖപ്പെടുത്തുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ഹദീസിൽ നിന്ന് ഒരു ഫായിദയായി, ഒരു ഗുണപാഠമായി ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം. നമ്മൾ പറഞ്ഞു, തിന്മ ഉപേക്ഷിക്കുന്ന ആളുകൾ, ആ തിന്മ ഉപേക്ഷിക്കുന്ന ആളുകൾ തിന്മ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുകയും പിന്നീട് അത് ഉപേക്ഷിക്കുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ 3 രൂപത്തിലാണ് ഉണ്ടാവുക. അദ്ദേഹം പറയുന്നു, 1ാമത്തെ വിഭാഗം ആളുകൾ ആരാണ്? താറതൻ യത്റുകുഹാ ലില്ലാഹ്, ആ തിന്മ അവർ ഒഴിവാക്കിയത് അള്ളാഹുവിന് വേണ്ടിയിട്ടായിരിക്കും. തിന്മ ചെയ്യണമെന്ന് ഉറച്ച തീരുമാനമെടുത്തു, പക്ഷേ
അള്ളാഹുവെ കുറിച്ചുള്ള പേടിയും അള്ളാഹുവെ കുറിച്ചുള്ള ഭയവും മനസ്സിൽ ഉടലെടുക്കുകയും അങ്ങനെ അള്ളാഹുവിന് വേണ്ടി ആ തിന്മ ഒഴിവാക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്കാണ് അള്ളാഹു എന്ത് രേഖപ്പെടുത്തുന്നത്? ഒരു നന്മ രേഖപ്പെടുത്തുന്നത്. രണ്ടാമത്തെ വിഭാഗം ആളുകളുണ്ട്. അവരെങ്ങനെയാണ് ആ തിന്മ ഒഴിവാക്കുന്നത്? അവർ തിന്മ ചെയ്യണമെന്ന് ഉറച്ച തീരുമാനമെടുക്കുകയാണ്. പക്ഷേ മറ്റ് ജോലികളിലും മറ്റ് ശുഗലുകളിലും ഒക്കെ ആയി അവർ ആ തിന്മ ചെയ്യണമെന്ന് മറന്നുപോയി. ആ തിന്മയെക്കുറിച്ച് അവർ അശ്രദ്ധരായി. അങ്ങനെയുള്ള ആളുകൾക്ക് യാതൊരു പ്രതിഫലവും രേഖപ്പെടുത്തുന്നില്ല. അവന് നന്മയും രേഖപ്പെടുത്തുന്നില്ല, അവന് തിന്മയും അവന്റെ മേൽ എഴുതപ്പെടുന്നില്ല. എന്നാൽ മൂന്നാമത്തെ വിഭാഗം ആളുകളുണ്ട്. അവർ തിന്മ ചെയ്യണമെന്ന് ഉറച്ച തീരുമാനമെടുക്കുകയാണ്. ആ തിന്മയ്ക്ക് വേണ്ട എല്ലാ വഴികളും അതിനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തുകയാണ്. പക്ഷേ അവസാന സമയം വെച്ച് അതെന്തോ നടക്കാതെ പോയി. പക്ഷെ അവൻ തിന്മ ചെയ്യണമെന്ന് അവന്റെ മനസ്സിൽ ഉറച്ച തീരുമാനമുണ്ട്. അവൻ ഒഴിവാക്കിയത് അള്ളാഹുവിന് വേണ്ടിയല്ല, അതല്ലെങ്കിൽ മറവി സംഭവിച്ച് ഒഴിവാക്കിയതല്ല, മറിച്ച് അവൻ ചെയ്യാൻ എന്തോ തടസ്സം മുന്നിൽ വന്നത് കാരണമായി അങ്ങനെ ചെയ്യാതിരുന്നതാണ്. അങ്ങനെ ഒഴിവാക്കിയവൻ അവൻ യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്തവനെ പോലെ തന്നെയാണ്. അവനൊരു തെറ്റിന്റെ ശിക്ഷ, ഒരു തെറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ രേഖപ്പെടുത്തുന്നതാണ്. അതിനുള്ള തെളിവായി ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, രണ്ട് മുസ്ലിമീങ്ങളായ ആളുകൾ അവർ വാളുകൊണ്ട് പരസ്പരം ഏറ്റുമുട്ടുകയാണ്. റസൂലുള്ളാഹി പറയുന്നു, ഫൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ, കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ്. സഹാബത്ത് ചോദിക്കുകയാണ്, റസൂലെ, കൊന്നവൻ നരകത്തിലാണെന്നതിൽ സംശയമില്ല, പക്ഷെ കൊല്ലപ്പെട്ടവൻ അവൻ എങ്ങനെയാണ് നരകത്തിലാവുക? റസൂലുള്ളാഹി പറയുന്നു, ഇന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സാഹിബിഹി, അവൻ തന്റെ കൂട്ടുകാരനെ കൊല്ലണമെന്ന് ഉറച്ച തീരുമാനമെടുത്തവനാണ്. പക്ഷേ അവൻ ആദ്യം കൊല്ലപ്പെട്ടു എന്നേ ഉള്ളൂ. അങ്ങനെ തിന്മ ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി അവസാനം പല തടസ്സങ്ങളും ഉണ്ടായി. അങ്ങനെയാണ് തിന്മ ഒഴിവാക്കുന്നതെങ്കിൽ അവൻ ആ തെറ്റ് ചെയ്തവനെ പോലെ തന്നെയാണ് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ രേഖപ്പെടുത്തിയതായി കാണാം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ വിഭാഗം ആളുകൾ, അഥവാ തിന്മയുടെ തുലാസ് തൂങ്ങിയ ആളുകൾ. മൂന്നാമത്തെ വിഭാഗം ആളുകൾ ആരാണ്? തസാവി അൽ കിഫതൈൻ, നന്മയുടെയും തിന്മയുടെയും തുലാസുകൾ ഒരുപോലെയായവർ, നന്മയും തിന്മയും അത് ഒരുപോലെയുള്ള ആളുകൾ. ഇവരെയാണ് അഹ്ലുൽ അഅറാഫ്, അഅറാഫിന്റെ ആളുകൾ എന്ന പേരിൽ അറിയപ്പെടാറുള്ളത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞതായി കാണാം, സഹാബത്തിൽ നിന്നൊക്കെ ഈ ഒരു കാര്യം സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾ അവരെ അഅറാഫ്, അഹ്ലുൽ അഅറാഫ് എന്ന പേരിലാണ് അവർ അറിയപ്പെടുക. അഅറാഫ് എന്ന് പറഞ്ഞാൽ മുർതഫിഉൻ ബൈനൽ ജന്നതി വന്നാർ, സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ള ഒരു ഉയർന്ന പ്രദേശമാണത്. അവിടെ ഇത്തരത്തിലുള്ള ആളുകൾ അവരവിടെ നിൽക്കുന്നതാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്ന കാലം അത്രയും അവരവിടെ നിൽക്കും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയും, ഉദ്ഖുലുൽ ജന്ന ലാ ഖൗഫുൻ അലൈക്കും വലാ അൻതും തഹ്സനൂൻ, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. കാരണം അള്ളാഹു അവന്റെ റഹ്മത്തിനാൽ അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റഹ്മത്താണ് അവന്റെ കോപത്തെക്കാൾ അതിജയിച്ചത്. അതുകൊണ്ട് അള്ളാഹു അവരോട് റഹ്മത്ത് ചെയ്യുകയാണ്. അങ്ങനെ അവരെ അള്ളാഹു സ്വർഗത്തിലേക്ക് അവരെ പറഞ്ഞേക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് മീസാനുമായി ബന്ധപ്പെട്ട് നാം അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ പാഠങ്ങൾ. അടുത്തതായി ഈ വരിയിൽ ഇമാം അവറുകൾ പറഞ്ഞിട്ടുള്ള അടുത്ത കാര്യമാണ് അൽ ഹൗദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദരവായിക്കൊണ്ട് ബഹുമാനമായിക്കൊണ്ട് ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ഹൗദ് നൽകുന്നതാണ്. ഈ ഹൗദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നാളെ ഖിയാമത്ത് നാളിൽ ഹൗദ് ഉണ്ട് എന്നറിയിക്കുന്ന ധാരാളം ഹദീസുകളുണ്ട്. മുതവാത്തിറായ നിലയ്ക്ക് സ്ഥിരപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഹൗദിനെ നിഷേധിക്കുന്നവർ അവർ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. 40ഓളം അതല്ലെങ്കിൽ 50ഓളം സഹാബത്ത് ഈ ഒരു കാര്യം നമുക്ക് ഉദ്ധരിച്ചു നൽകിയിട്ടുണ്ട്. ഹൗദ് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി അതിന്റെ അർത്ഥം എന്താണ്? ഹുവ മജ്മഉൽ മാ, വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം, വെള്ളം സംഭരിച്ചു വെക്കപ്പെട്ട സ്ഥലത്തിനാണെന്ന് പറയുക ഹൗദ് എന്ന് പറയാറുള്ളത്. എന്നാൽ നെഹർ എന്ന് പറഞ്ഞാലോ പുഴ എന്ന് പറഞ്ഞാൽ അത് ഒഴുകുന്നതാണ്, അത് കെട്ടി നിൽക്കുന്ന സാധനമല്ല. എന്നാൽ ഹൗദ് എന്ന് പറയുന്നത് അത് വെള്ളം സംഭരിച്ചു വെക്കുന്ന കെട്ടിവെച്ചിരിക്കുന്ന കാര്യത്തിനാണ് ഹൗദ് എന്ന് പറയുന്നത്. അതാണ് ഭാഷാപരമായി അതിന്റെ അർത്ഥം അതാണ്. എന്നാൽ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഖിയാമത്ത് നാളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദരവായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഹൗദിനെ കുറിച്ചാണ്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അന്ന ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൗദൈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രണ്ട് ഹൗദുകളുണ്ട്. ഒരു ഹൗദ് അത് ഈ ദുനിയാവിലാണ്, മറ്റേത് നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു ഒരുക്കി വെച്ച ഹൗദാണ്. ഈ ദുനിയാവിലെ ഹൗദിൽ നിന്ന് വെള്ളം കുടിച്ചവർ, ഈ ദുനിയാവിലെ ഹൗദിൽ നിന്ന് ആ വെള്ളം ആസ്വദിച്ചവർ, അവർക്ക് നാളെ ഖിയാമത്ത് നാളിലെ ഹൗദിൽ നിന്ന് അവർക്ക് ദാഹം അകറ്റാൻ കഴിയും. ഏതാണ് ഈ ദുനിയാവിലെ ഹൗദ് എന്ന് പറയുന്നത്? ഹുവ സുന്നത്തുഹു, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്, അവിടുത്തെ ചര്യയാണ്. ആ സുന്നത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ആളുകൾ, അതിൽ നേരെ നിലകൊള്ളുന്ന ആളുകൾ, അവർക്ക് ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള ആ ഹൗദിൽ നിന്നും അവർക്ക് യഥേഷ്ടം
കുടിക്കാൻ കഴിയുന്നതാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ആ ഹൗദ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അതിന് നിലവിലുണ്ട് എന്നതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അവിടുന്ന് മിൻബറിൽ കയറിക്കൊണ്ട് പ്രസംഗിക്കുകയുണ്ടായി. എന്നിട്ട് അവിടുന്ന് പ്രസംഗത്തിൽ അവസാനമായി അവിടുന്ന് പറയുന്നു, ഇന്നി വല്ലാഹി ലഅൻദുറു ഇലാ ഹൗദിൽ ആൻ, അല്ലാഹുവാണ് സത്യം, ഞാൻ എന്റെ ഹൗദിനെ ഇപ്പോൾ നേരിൽ നോക്കി കാണുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞതായി കാണാം. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഇമാം നവവി റഹിമഹുള്ള അതുപോലെ തന്നെ മറ്റു പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. ഹൗദ് എന്ന് പറയുന്നത് അതിന്ന് സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ്, ഇന്നത് നിലവിലുണ്ട് എന്നതാണ് ഈ ഹദീസുകളെല്ലാം നമ്മെ അറിയിക്കുന്നതെന്ന് അവിടുന്ന് രേഖപ്പെടുത്തിയതായി കാണാം. ഈ ഹൗദിന്റെ വിശേഷണങ്ങൾ, ആ ഹൗദിന്റെ പ്രത്യേകതകൾ ധാരാളമായി ഹദീസിൽ നമുക്ക് കാണാം. ആ ഹൗദിന്റെ വീതിയും അതിന്റെ നീളവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അർദുഹു മിസ്ലു തൂലിഹി, അതിന്റെ നീളം എന്ന് പറയുന്നത് അതിന്റെ വീതി പോലെ തന്നെയാണ്, അഥവാ നീളവും വീതിയും ഒരുപോലെയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചില സ്ഥലങ്ങൾ അതിന് ഉദാഹരണമായി പറഞ്ഞതായി കാണാം. മാ ബൈന അമ്മാന ഇല ഐല, അമ്മാൻ മുതൽ ഐല വരെ അഥവാ ഷാമിലുള്ള ഐല വരെയുള്ള സ്ഥലത്തിന്റെ ദൂരമാണത്. അതുപോലെ തന്നെ മറ്റ് ഹദീസുകളിൽ കാണാം, കമാ ബൈന ഐലത വസൻആ മിനൽ യമൻ, ഐല മുതൽ അതുപോലെ യമനിലുള്ള സൻആ വരെയാണ് അതിന്റെ ദൂരം. അങ്ങനെ പല സ്ഥലങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഇത് പരസ്പരം വൈരുദ്ധ്യമല്ല, മറിച്ച് ചോദ്യം ചോദിക്കുന്ന ചോദ്യകർത്താവിനനുസരിച്ചാണ് റസൂലുള്ളാഹി മറുപടി പറയുന്നത്. അതുകൊണ്ട് അവർക്ക് അറിയുന്ന സ്ഥലങ്ങളെ കുറിച്ച് അവരോട് പറഞ്ഞു എന്നത് മാത്രമേ ഉള്ളൂ. റസൂലുള്ളാഹി പറയുന്നു, ഹൗദി മസീറത്തു ശഹ്രിൻ, എന്റെ ഹൗദ് അത് ഒരു മാസക്കാലം സഞ്ചരിക്കാനുള്ള ദൂരം ആ ഹൗദിനുണ്ട്. അപ്പോൾ ഹൗദിന്റെ നീളവും അതിന്റെ വീതിയും അത് ഒരേപോലെയാണ്, അതൊരു സമചതുരമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ഹൗദിലുള്ള വെള്ളത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അഹ്ലാ മിനൽ അസൽ, അത് തേനിനേക്കാൾ മധുരമുള്ളതാണ്. വ അബ്യദു മിനൽ സൽജി, മണ്ണിനേക്കാൾ വെള്ള നിറത്തിലുള്ളതാണ്. അതല്ലെങ്കിൽ മറ്റു റിവായത്തിൽ കാണാം, വ അബ്റദു മിനൽ സൽജി, മണ്ണിനേക്കാൾ തണുപ്പുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരിക്കൽ പറഞ്ഞു, മാഉഹു അബ്യദു മിനൽ ലബൻ, പാലിനേക്കാൾ വെളുത്തതും, വരീഹുഹു അത്യബു മിനൽ മിസ്ക്, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതുമാണ് ആ ഹൗദിലെ വെള്ളം എന്ന് പറയുന്നത്. വ അഹ്ലാ മിനൽ അസൽ, തേനിനേക്കാൾ മധുരമൂറുന്നതാണ് ആ ഹൗദിലെ വെള്ളം എന്നത്. അതിലെ പാത്രങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, വകീസാനുഹു കനുജൂമിസ് സമാഇ, ആ ഹൗദിലെ പാനപാത്രങ്ങൾ അത് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയാണ്, എണ്ണത്തിലും തിളക്കത്തിലും അത്രയുമുണ്ട്, അതല്ലെങ്കിൽ അതിനേക്കാൾ പാത്രങ്ങൾ ആ ഹൗദിൽ ഉണ്ടാകുന്നതാണ്. സ്വഹാബത്ത് ഒരിക്കൽ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മാ ആനിയത്തുൽ ഹൗദി, ഹൗദിലെ അതിലെ പാത്രങ്ങൾ അതെങ്ങനെയായിരിക്കും, അതിനെക്കുറിച്ച് ചോദിക്കുകയാണ്. റസൂലുള്ളാഹി പറയുന്നു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ സത്യം, അല്ലാഹു സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, ലആനിയതുഹു അക്സറു മിൻ അദദി നുജൂമിസ് സമാഇ വകവാകിബിഹ, ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാളും അതിലെ ഗ്രഹങ്ങളെക്കാളും അത്രയും അധികമുണ്ട് ആ ഹൗദിലെ പാനപാത്രങ്ങൾ. എന്നിട്ട് അവിടുന്ന് പറയുന്നു, അലാ ഫിൽ ലൈലത്തിൽ മുദ്ലിമത്തിൽ മുസ്തിയ, അഥവാ മേഘങ്ങളില്ലാത്ത ഇരുട്ടുകുത്തിയ ഒരു രാത്രിയിൽ നിങ്ങൾ എത്രത്തോളം നക്ഷത്രങ്ങളെ കാണുന്നുവോ അതിനേക്കാൾ അധികമായി പാനപാത്രങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിൽ ഉണ്ടാകുന്നതാണ്. മറ്റൊരിക്കൽ പറഞ്ഞു, തുറാഫീഹി അബാരീഖുസ് ദഹബി വൽ ഫിദ്ദ, അതിലെ പാത്രങ്ങൾ അത് സ്വർണത്തിന്റെയും വെള്ളിയുടെയും പാത്രങ്ങൾ നിങ്ങൾക്ക് ആ ഹൗദിൽ കാണപ്പെടാൻ കഴിയുന്നതാണ്. അങ്ങനെ ആ ഹൗദിൽ നിന്ന് വെള്ളം കുടിച്ചാൽ ആ കുടിച്ചവന്റെ അവസ്ഥ എന്താണ്? വമൻ ശരിബ മിൻഹു ലം യദ്മ ബഅദഹു അബദ, അതിൽ നിന്ന് വെള്ളം കുടിച്ചവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. മറ്റൊരു ഹദീസിൽ കാണാം, ലം യസ്വദ്ദ വജ്ഹുഹു അബദ, അവന്റെ മുഖം പിന്നീട് ഒരിക്കലും അത് കറുത്തു പോവുകയില്ല, അത് കറുത്ത് കരിവാളിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഹൗദിൽ നിന്ന് വെള്ളം കുടിച്ച ആളുകൾ അവർ വീണ്ടും സ്വർഗത്തിൽ പോയതിനു ശേഷവും വെള്ളം കുടിക്കുന്നുണ്ട്. സ്വർഗത്തിലെ നദികളിൽ നിന്ന് അവർ വെള്ളം കുടിക്കുന്നുണ്ട്. അത് അവരുടെ ദാഹം അകറ്റാനല്ല, മറിച്ച് സ്വർഗത്തിൽ പ്രവേശിച്ചതിന് ശേഷം അവർ വെള്ളം കുടിക്കുന്നത് ആ സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ, ആ അനുഭൂതികൾ അത് ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പണ്ഡിതന്മാർ പ്രത്യേകമായി രേഖപ്പെടുത്തിയതായി കാണാം. കാരണം ഹൗദിലെ വെള്ളം കുടിച്ചതിന് ശേഷം പിന്നീട് ഒരാൾക്കും തന്നെ ദാഹമുണ്ടാവുകയില്ല എന്നുള്ളതാണ്. അഞ്ചാമതായി ആ ഹൗദിന്റെ വിശേഷണമായി ഹദീസുകളിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, യസ്ഖബു ഫീഹി മീസാബാനി മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് രണ്ട് പാത്തികൾ, രണ്ട് ചനാലുകൾ ആ ഹൗദിലേക്ക് ഒഴുകുന്നുണ്ട്.
സ്വർഗത്തിൽ നിന്ന് രണ്ട് പാത്തികളിലൂടെ ചനാലുകളിലൂടെ ഹൗദിലേക്ക് വെള്ളം ഒഴുകുന്നുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അവിടുന്ന് ഒരു ഹദീസിൽ പറഞ്ഞതായി കാണാം, യഗുത്തു ഫീഹി മീസാബാനി യമുദ്ദാനിഹി മിനൽ ജന്ന. സ്വർഗത്തിൽ നിന്നുള്ള രണ്ട് പാത്തികളിലൂടെ രണ്ട് ചനാലുകളിലൂടെ വെള്ളം ശക്തിയായി ഹൗദിലേക്ക് ഒഴുകി വീഴുന്നുണ്ട്. അഹദുഹുമാ മിനൽ ദഹബി വൽ ആഖറു മിൻ വരിഖിൻ. അതിലൊന്ന് സ്വർണത്തിലുള്ള പാത്തിയാണ്, രണ്ടാമത്തേത് വെള്ളി കൊണ്ടുള്ളതാണ്. അങ്ങനെ സ്വർഗത്തിലെ കൗസർ എന്ന് പറയുന്ന നദിയുണ്ട്. സ്വർഗത്തിലെ കൗസർ എന്ന് പറയുന്ന നദിയിൽ നിന്നാണ് ഹൗദിലേക്ക് വെള്ളം വന്നെത്തുന്നത്. അത് രണ്ട് പാത്തികളിലൂടെയാണ് അത് വെള്ളം വന്നെത്തുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചതായി കാണാം. ആ ഹൗദിലേക്ക് ആദ്യമായി വെള്ളം കുടിക്കാൻ എത്തുന്നവരാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവ്വലുൻ നാസി വുറൂദൻ അലൈഹി ഫുഖറാഉൽ മുഹാജിരീൻ. മുഹാജിറുകളിൽപ്പെട്ട ഫുഖറാക്കളായ ദരിദ്രരായ ആളുകളാണ് ആദ്യമായി ആ ഹൗദിന്റെ അടുക്കലേക്ക് വെള്ളം കുടിക്കാൻ വന്നെത്തുന്നത്. എന്നിട്ട് ആ ഫുഖറാക്കൾ, ദരിദ്രരായ ആളുകൾ, അവരുടെ വിശേഷണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. അശ്ശുഉസു റൂസ, അവരുടെ തലമുടി അത് ജടകുത്തിയിട്ടുണ്ട്, അഥവാ തലയിൽ എണ്ണ തേക്കാൻ എണ്ണ പോലും കൈവശമില്ലാത്ത, അത് ഉടമപ്പെടുത്താത്ത അത്രയും ദരിദ്രരായ ആളുകളാണ്. അതുപോലെ തന്നെ അദ്ദുനുസു സിയാബ, വസ്ത്രങ്ങളൊക്കെ മുഷിഞ്ഞിട്ടുണ്ട്, വസ്ത്രങ്ങൾ മാറി മാറി ഉടുക്കാൻ ധാരാളം വസ്ത്രങ്ങൾ അവരുടെ കൈവശമില്ലായിരുന്നു. അങ്ങനെ വസ്ത്രങ്ങളൊക്കെ നുരുമ്പിച്ച മുഷിഞ്ഞു പോയ ആളുകളാണ്. അല്ലദീന ലാ യൻകിഹൂനൽ മുതനഇമാത്, സുഖസൗകര്യങ്ങളിൽ കഴിയുന്ന, അത്തരത്തിൽ കഴിയുന്ന സ്ത്രീകളെ അവർ വിവാഹം കഴിക്കാറില്ല. കാരണം അവർ ദുനിയാവിനോട് അങ്ങേയറ്റം സുഹൃദുള്ള ആളുകളായിരുന്നു. അതല്ലെങ്കിൽ ഇതിന് മറ്റൊരു ബബുത്ത് കൂടി കാണാം, ലാ യുൻകഹൂൻ, അത്തരത്തിലുള്ള സ്ത്രീകളെ ഇവർക്കാരും വിവാഹം കഴിച്ചു കൊടുക്കാറില്ല. കാരണം അവർ ദരിദ്രരായ ആളുകളാണ്. അവരുടെ ദാരിദ്ര്യം കാരണത്താൽ ഇത്തരത്തിലുള്ള സുഖസൗകര്യങ്ങളിൽ ജീവിക്കുന്ന സ്ത്രീകളെ അവർക്കാരും വിവാഹം ചെയ്തു കൊടുക്കാറില്ല. വലാ യഫ്തഹു ലഹുമുസ് സുജുദ്, അതുപോലെ തന്നെ അധികാരത്തിന്റെ പ്രൗഢികളുടെ വാതിലുകൾ അവർക്ക് മുൻപിൽ തുറക്കപ്പെടാറില്ല. അത്രയും പാവപ്പെട്ട ആളുകൾ, ഫുഖറാക്കളായ ആളുകൾ, അവരാണ് നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിന്റെ അടുക്കലേക്ക് ആദ്യമായി വന്നെത്തുന്നത്. അതുകൊണ്ട് ഈ ദുനിയാവിൽ പിറകോട്ട് പോയവരാണെങ്കിലും, അതല്ലെങ്കിൽ ദുനിയാവിൽ സൗകര്യങ്ങളൊക്കെ കുറഞ്ഞു പോയ ആളുകളാണെങ്കിലും, നാളെ പരലോകത്ത് അവർ ഒന്നാമതായി റസൂലിന്റെ അടുക്കലേക്ക് വന്നെത്തുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ ഫുഖറാക്കളായ ആളുകൾ അവർക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ, ഇത്തലഅതുൽ ജന്ന, ഞാൻ സ്വർഗ്ഗത്തിലേക്ക് എത്തി നോക്കുകയുണ്ടായി. ആ സ്വർഗ്ഗത്തിൽ ബഹുഭൂരിപക്ഷമുള്ള ആളുകൾ അവർ ഫുഖറാക്കളാണ്, ദരിദ്രരാണ്. അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനുണ്ടായ കാരണം വെറും ദരിദ്രരായി എന്നതുകൊണ്ട് മാത്രമല്ല, അള്ളാഹു അവർക്ക് നൽകിയ ആ തീരുമാനത്തിൽ, ആ വിധിയിൽ അവർ ക്ഷമിക്കുകയും അവർ അതിൽ ക്ഷമയോടുകൂടി കഴിച്ചു കൂട്ടുകയും ചെയ്തതിനാൽ അവരാണ് സ്വർഗ്ഗത്തിൽ കൂടുതലായി കാണപ്പെട്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. എന്നാൽ ഈ ഹൗദിൽ നിന്നും തടയപ്പെടുന്ന, അതിൽ നിന്നും ആട്ടി അകറ്റപ്പെടുന്ന ചില ആളുകളുണ്ട്. അവരെക്കുറിച്ചും ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഈ ഹൗദിൽ നിന്നും ആട്ടി അകറ്റപ്പെടുന്ന ചില വിഭാഗം ആളുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്കത് കാണാൻ കഴിയും. അവിടുന്ന് പറഞ്ഞു, യരിദു അലയ്യ യൗമൽ ഖിയാമത്തി റഹ്തും മിൻ അസ്ഹാബി, ഖിയാമത്ത് നാളിൽ എന്റെ സഹാബത്തിൽപ്പെട്ട, അഥവാ എന്റെ കൂടെ ജീവിച്ചിരുന്ന ആളുകളിൽപ്പെട്ട ചില ആളുകൾ, അവരിൽപ്പെട്ട ഒരു സംഘം അവിടെ വരുന്നതാണ്. ഫയുഹല്ലഊന അനിൽ ഹൗദി, ആ സന്ദർഭത്തിൽ അവർ ഹൗദിൽ നിന്ന് അവർ ആട്ടി അകറ്റപ്പെടും, മലക്കുകൾ അവരെ ആട്ടി അകറ്റും. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറയുന്നു, യാ റബ്ബി അസ്ഹാബി, റബ്ബേ എന്റെ അനുചരന്മാരാണ് അവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുന്നു, ഇന്നക ലാ ഇൽമ ലക ബിമാ അഹ്ദസു ബഅദക്, നിന്റെ കാലശേഷം അവരെന്തൊക്കെയാണ് പുതുതായി ഉണ്ടാക്കിയതെന്ന് താങ്കൾക്കറിയുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ചില സ്വഹാബികൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്, മുർത്തദ്ദുകളായിട്ടുണ്ട്. അവരെ കുറിച്ചാണ് ഈ പറയപ്പെട്ടത് എന്നതാണ് ഇതിന്റെ ഒരു വ്യാഖ്യാനം. അതല്ലെങ്കിൽ ഈ ഹദീസുകളുടെ മറ്റു റിവായത്തിൽ നമുക്ക് കാണാം, ചില ആളുകൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരും. അപ്പോൾ അവരെ തടയപ്പെടുന്നതാണ്. അവരെ തടയുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, അവർ എന്റെ ഉമ്മത്താണല്ലോ. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ലാ തദ്രി മാ അഹ്ദസു ബഅദക്, നിന്റെ കാലശേഷം അവർ ദീനിൽ എന്തൊക്കെയാണ് പുതുതായി ഉണ്ടാക്കിയതെന്ന് റസൂലെ താങ്കൾക്ക് അറിയുകയില്ല എന്ന് അവിടുന്ന് മറുപടി നൽകപ്പെടുന്നതായി കാണാം. ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം ബിദ്അത്തിന്റെ അപകടമാണ്.
ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകൾ, ദീനിലേക്ക് പുതുതായി കടത്തിക്കൂട്ടുന്ന ബിദ്അത്തുകൾ, അതെല്ലാം വഴികേടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ കുല്ലു ബിദ്അത്തിൻ ളലാല, ദീനിലേക്ക് കടത്തിക്കൂട്ടിയ എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്. അതിൽ നല്ലതെന്നോ ചീത്തയെന്നോ വേർതിരിക്കുന്നത് ശരിയല്ല. എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തില്ലാത്ത ഭൗതികപരമായ പല കാര്യങ്ങളും നല്ല കാര്യങ്ങളും ഇന്നുണ്ട്. അതിനും ബിദ്അത്ത് എന്ന് ഭാഷാപരമായി അറബിയിൽ ബിദ്അത്ത് എന്ന് പറയും. അത് ചിലപ്പോൾ നല്ലതാകാം, ചീത്തയാകാം. അതിനെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. മറിച്ച് ദീനിലേക്ക് ഉണ്ടാക്കിയ എല്ലാ ബിദ്അത്തുകളും അത് വഴികേടാണ്. അത് നമ്മെ നരകത്തിലേക്കാണ് കൊണ്ടെത്തിക്കുക. ആ ബിദ്അത്തുകളൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നില്ല. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയില്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് തള്ളപ്പെടുന്നതാണ്. അതുപോലെ തന്നെ മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. റസൂലുള്ളാഹി പറയുന്നു, ഈ ദീനിൽ നമ്മുടെ കൽപ്പനയില്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം ഒരാൾ ബിദ്അത്തായി ഉണ്ടാക്കുകയാണെങ്കിൽ അത് തള്ളപ്പെടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതല്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇത്തബിഉ, നിങ്ങൾ റസൂലിന്റെ സുന്നത്തിനെ പിൻപറ്റുക, അതിനെ അനുധാവനം ചെയ്യുക. വലാ തബ്തദിഉ, നിങ്ങൾ ദീനിലേക്ക് പുതുതായി ബിദ്അത്തുകൾ, പുത്തനാചാരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. ഫഖദ് കുഫീതും, റസൂലിന്റെ സുന്നത്ത് തന്നെ നിങ്ങൾക്ക് മതിയായതാണ്. ആ സുന്നത്ത് തന്നെ ധാരാളം അനുഷ്ഠിക്കാനുണ്ട്. അതുകൊണ്ട് ആ സുന്നത്തിനെ മുറുകെ പിടിക്കുകയും ബിദ്അത്തുകൾ നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് നമുക്ക് വസിയത്ത് നൽകിയതായി കാണാം. അതുകൊണ്ട് ബിദ്അത്തിന്റെ അപകടം അതാണ്. ഹൗദിന്റെ ഹദീസുകൾ പഠിക്കുന്ന സന്ദർഭത്തിൽ നമ്മിലേക്ക് കടന്നു വരേണ്ട ഒരു പാഠം അതാണ്. രണ്ടാമത്തെ പാഠം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൈബ് അറിയുകയില്ല, മറഞ്ഞ കാര്യങ്ങൾ അറിയുകയില്ല എന്നതും ഈ ഹദീസിൽ നിന്ന് നമുക്ക് തെളിവ് പിടിക്കാം. കാരണം നാളെ പരലോകത്ത് കുറെ ആളുകൾ കടന്നു വരുന്നുണ്ട്. അവരെ കുറിച്ച് റസൂലുള്ളാഹി അറിയുന്നില്ല. അവർ ദീനിലേക്ക് പുതുതായി ബിദ്അത്തുകൾ കടത്തിക്കൂട്ടിയവരാണെന്ന് റസൂലുള്ളാഹി അറിയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അറിയുന്നത്. അത് അറിയുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി അവരെ ആട്ടി അകറ്റുകയാണ്. സഹ്കൻ സഹ്ക, നിങ്ങൾ അകന്നു പോവുക, വിദൂരത്തേക്ക് പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ബിദ്അത്തുകൾ ഉണ്ടാക്കിയ ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആട്ടി അകറ്റിയതായി കാണാം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൈബ് അറിയും എന്നുള്ളത് അത് പിഴച്ച വിശ്വാസമാണ്. നമ്മുടെ നാട്ടിൽ പല ആളുകളും ഈ ഒരു വിശ്വാസം പ്രചരിപ്പിക്കുന്നതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്, നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് എന്ന നിലയ്ക്ക് പറഞ്ഞു പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലും അത് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾക്ക്, വിശ്വാസ കാര്യങ്ങൾക്ക് നിരക്കാത്ത കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റസൂലിനോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞതായി കാണാം, വലാ അഅലമുൽ ഗൈബ, ഞാൻ ഒരിക്കലും ഗൈബ് അറിയുകയില്ല എന്ന് അവിടുന്ന് പറയുകയാണ്. മറ്റൊരിക്കൽ പറഞ്ഞു, ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്, നബിയെ താങ്കൾ പറയുക, താങ്കൾ പ്രഖ്യാപിച്ചു കൊള്ളുക, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ള ഒരാളും തന്നെ അദൃശ്യമറിയുകയില്ല അല്ലാഹു അല്ലാതെ. എന്നിട്ട് പറയുന്നു, വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ, തങ്ങൾ എന്നാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് പോലും അറിയാത്തവരാണ് അത്തരത്തിലുള്ള ആളുകൾ. അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന അമ്പിയാക്കന്മാരും സ്വാലിഹീങ്ങളും അതുപോലെ ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മറ്റു വസ്തുക്കളും അവർക്ക് പോലും അറിയില്ല അവരെന്നാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നുള്ള കാര്യം. പിന്നെ എങ്ങനെയാണ് അവർ അദൃശ്യമായ ഗൈബിയായ കാര്യങ്ങൾ അറിയുക എന്നതാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ചോദിക്കുന്നത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സിലേക്ക് കയറി വരികയാണ്. അവിടെ ചില പെൺകുട്ടികൾ റസൂലിനെ പുകഴ്ത്തിക്കൊണ്ട് പാട്ടുപാടുകയാണ്. വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ, നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ അറിയുന്ന ഒരു പ്രവാചകൻ, ഒരു നബി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഇത് കേട്ട ഉടനെ റസൂലുള്ളാഹി പറയുന്നു, ദഇ ഹാദിഹി, അത് ഒഴിവാക്കുക. വഖൂലി ബില്ലദീ കുൻതി തഖൂലീൻ, നിങ്ങൾ മുൻപ് പറഞ്ഞിരുന്ന ആ നല്ല കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾ പറഞ്ഞുകൊള്ളുക. ഇത്തരത്തിലുള്ള അമിതമായ പ്രശംസകൾ, ഇല്ലാത്ത കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾ ഒഴിവാക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പെൺകുട്ടികളെ അവരെ തിരുത്തി കൊടുക്കുകയാണ് എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൈബ് അറിയുകയില്ല. അതുപോലെ തന്നെ ബിദ്അത്തിന്റെ അപകടം, ഈ രണ്ട് കാര്യങ്ങൾ ഹൗദിന്റെ ഹദീസുകൾ പഠിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. അടുത്തതായി മുവഹിദുകളായ ആളുകൾ, അവർ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട ചില ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് വരുന്ന ദർസുകളിൽ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ച കാര്യങ്ങൾ
അത് പ്രാവർത്തികമാക്കുവാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم صل وسلم على نبينا محمد.